വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടന്നാൽ കശ്മീർ പ്രശ്നം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് ആവർത്തിച്ച് അമേരിക്ക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ടെലിഫോൺ ചർച്ചയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. കശ്മീരിന്റെ പ്രത്യേക പദവി നീക്കിയ ശേഷം ഇതാദ്യമായാണ് അമേരിക്കയുടെയും ഇന്ത്യയുടെയും നേതാക്കൾ തമ്മിൽ സംസാരിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, ഇന്ത്യ പലവട്ടം ആവർത്തിച്ചതാണ് കശ്മീർ എന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് എന്നുള്ളത്. അതിനിടയിലാണ് ട്രംപിന്റെ മോദിയുമായുള്ള ടെലിഫോൺ ചർച്ച നടന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെ വിലയിരുത്തണം? അമീന, കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയുടെ പരിഗണനയ്ക്ക് വരികയും ആ ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിലടക്കം പാകിസ്ഥാൻ ഒറ്റപ്പെടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അപ്പോഴും ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലടക്കം ഇപ്പോഴും വലിയ ചർച്ചയായി കശ്മീർ മാറുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ഫോണിൽ ഇരു നേതാക്കളും സംസാരിച്ചത്. അരമണിക്കൂറിലേറെ നീണ്ടുനിന്ന ചർച്ചയിൽ കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് പ്രധാനമായും നരേന്ദ്രമോദി അവതരിപ്പിച്ചത്. മേഖലയിലെ ചില നേതാക്കൾ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ സമാധാനം നിലനിർത്തുന്നതിന് തിരിച്ചടിയാകുന്നുണ്ട് എന്ന് അദ്ദേഹം ട്രംപിനോട് പറഞ്ഞു. കശ്മീർ വിഷയത്തിൽ പാക് നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ പരോക്ഷമായി സൂചിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇതിലൂടെ ചെയ്തത്. അതേസമയം അമേരിക്കയാകട്ടെ കശ്മീർ വിഷയം ഉഭയകക്ഷി ചർച്ചകളിലൂടെ തന്നെയാണ് പരിഹരിക്കേണ്ടതെന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഒഴിവാക്കുന്നതിന്റെയും ഭീകരതയിൽ നിന്നും അക്രമത്തിൽ നിന്നും വിമുക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെയും പ്രാധാന്യമാണ് പ്രധാനമായും നരേന്ദ്രമോദി ട്രംപിനോട് സൂചിപ്പിച്ചത്. അത്തരത്തിൽ തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടണം, അതിനുവേണ്ട എല്ലാ പിന്തുണയും അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നും ട്രംപിനോട് പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പൂർണ്ണമായ ഒരു പിന്തുണ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതേസമയം ഈ പ്രത്യേക പദവി നീക്കം ചെയ്തുകൊണ്ട് കശ്മീരിൽ വികസനം കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ നീക്കത്തെ പിന്തുണയ്ക്കുന്നതായി കഴിഞ്ഞ ദിവസം UN രക്ഷാസമിതി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി അമേരിക്കയുടെ കൂടുതൽ പിന്തുണ വിഷയത്തിൽ ആർജിക്കുക എന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയത്. ശരി അഭിലാഷ്, ഞാൻ അഭിലാഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ PJ വിൻസെന്റ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ PJ വിൻസെന്റ്, കശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ദിവസം രാത്രി 6 മണിക്കൂറാണ് അദ്ദേഹം കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്ന് ഇന്ത്യ ആവർത്തിക്കുമ്പോഴും അമേരിക്കയുടെ ഈ ഒരു ഇടപെടലിനെ നമ്മൾ ഏത് രീതിയിലാണ് വിലയിരുത്തേണ്ടത്? ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോ അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഇന്ത്യ പാക് സംഘർഷം യഥാർത്ഥത്തിൽ മേഖലയുടെ സ്ഥിരത തകർക്കുന്ന രൂപത്തിൽ വളരുന്നത് ലോകത്തിലെ ഒരു ശക്തിക്കും യഥാർത്ഥത്തിൽ താല്പര്യമുള്ള വിഷയമല്ലല്ലോ. മാത്രമല്ല ഈ സംഭാഷണത്തില് ഈ ദാരിദ്ര്യം അതുപോലെ വികസനം തുടങ്ങിയ എല്ലാ മേഖലയിലും പരസ്പരം സഹകരിക്കാമെന്നും അതേസമയം അതിർത്തി കടന്ന തീവ്രവാദത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ചത് ആ 30 മിനിറ്റ് നീളുന്ന ടെലിഫോൺ സംഭാഷണത്തിൽ. ഇതില് അമേരിക്ക ട്രംപിന്റെ പരമ്പരാഗതമായ അവര് പുലർത്തി വരുന്ന കുറച്ചു കാലമായി കാശ്മീർ വിഷയത്തിലും ഇന്ത്യ US ബന്ധത്തിലും ഒരു സ്വീകരിക്കുന്ന ഒരു നിലപാടിന്റെ ഒരു പ്രകാശനം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഈ 370 എടുത്തു മാറ്റിയതിനു ശേഷം പാകിസ്ഥാൻ പിന്തുണ അഭ്യർത്ഥിച്ച് അമേരിക്കയും ലോകത്തിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളെയും സമീപിക്കുകയുണ്ടായി. പക്ഷെ ചൈന ഒഴികെ വേറെ രാജ്യങ്ങളിൽ നിന്നും ശക്തമായ ഒരു പിന്തുണ അവർക്ക് ലഭിച്ചില്ല. പിന്നെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമല്ലോ. പക്ഷെ ആ പീസ് പ്രോസസ് ആരംഭിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു തലത്തിൽ വളരെ നന്ദി ശ്രീ PJ വിൻസെന്റ്. ഞാൻ സമയക്കുറവ് മൂലം ഒന്ന് ഇടപെടുകയാണ്. എന്തായാലും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് വീണ്ടും കശ്മീർ വിഷയത്തിൽ. ജമ്മു കശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. സ്ഥിതി ശാന്തമാണെന്ന ധാരണയിൽ ചില ഇളവുകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ പിൻവലിച്ചിരുന്നു. ശ്രീനഗറിൽ സൈനികർക്കു നേരെ കല്ലേറുണ്ടാവുകയും പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ സൈന്യം പെല്ലറ്റ് പ്രയോഗിക്കുകയുമുണ്ടായി. ശ്രീനഗർ മേഖലയിലെ 95 സ്കൂളുകൾ ഇന്നലെ തുറന്നിരുന്നു. സ്കൂളുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഹാജർ നില കുറവാണ്. ഇന്ന് കൂടുതൽ സ്കൂളുകൾ തുറക്കും. ഇന്ത്യയുടെ 2ാം ചാന്ദ്രദൌത്യമായ ചന്ദ്രയാൻ അല്പസമയത്തിനകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കും. വിക്ഷേപണത്തിന്റെ 29 ദിവസങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രയാൻ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുന്നത്. ജൂലൈ 22-നാണ് ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ടത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഏറെ നിർണായകമായ നിമിഷങ്ങളാണ് എന്നാണ്
പറയപ്പെടുന്നത്. എപ്പോഴാകും ഇത്തരത്തിൽ ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഭൗമോപരിതലത്തിൽ പ്രവേശിക്കുക? ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? പേടകത്തിന്റെ ഇനിയുള്ള സാഹചര്യങ്ങൾ അതേത് രീതിയിലാണ്? അമീന, ഇന്ത്യയുടെ ഈ രണ്ടാം ചാന്ദ്ര ദൗത്യത്തിൽ ചന്ദ്രയാൻ 2 3 പ്രധാന ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഒന്ന് വിക്ഷേപണമായിരുന്നു, അത് ജൂലൈ 22 കഴിഞ്ഞു. രണ്ടാം ഘട്ടം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്കുള്ള ഈ പേടകത്തിന്റെ നീക്കമാണ്. അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഏറ്റവും നിർണായകമായ ഘട്ടം സെപ്റ്റംബർ 7, അതായത് ചന്ദ്രോപരിതലത്തിലേക്ക് പ്രഗ്യാൻ റോവർ ലാൻഡ് ചെയ്ത ശേഷം അതിൽ നിന്നും പ്രഗ്യാൻ റോവർ പുറത്തേക്ക് വരുന്ന ഏറ്റവും നിർണായകമായ ഘട്ടം സെപ്റ്റംബർ 7 നടക്കുന്നു. ഈ ദൗത്യത്തിലെ 3 പ്രധാന ഘട്ടങ്ങൾ രണ്ടാമത്തേതാണ് ഇന്ന് പൂർത്തിയാകുന്നത്. ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് പൂർണ്ണമായും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഈ പേടകം നീങ്ങുന്നു എന്നതാണ്. ഓഗസ്റ്റ് 14 തന്നെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് വിട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്കുള്ള നീക്കം ആരംഭിച്ചിരുന്നു. അത് ഇന്ന് പൂർത്തിയായിക്കൊണ്ട് പേടകം പൂർണ്ണമായും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഇന്ന് പ്രവേശിക്കും. ഇന്ത്യൻ സമയം 8:30 രാവിലെ 8:30 9:30 ഇടയിൽ ഇത് നടക്കുമെന്നാണ് ISRO അറിയിച്ചിരിക്കുന്നത്. ശാസ്ത്ര സംഘം ഈ പേടകത്തിന്റെ ഓരോ ചലനവും അതീവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇതിന്റെ ഭ്രമണപഥത്തിലേക്കുള്ള നീക്കം പൂർത്തിയായതിനു ശേഷം ഇത് സംബന്ധിച്ച് ISROയിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പുണ്ടാകും. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് ഔദ്യോഗിക സ്ഥിരീകരണം നൽകാൻ കഴിയൂ. 8:30-നും 9:30-നും ഇടയിൽ പൂർണ്ണമായും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പേടകം പ്രവേശിക്കുമെന്നതാണ് ഇപ്പോൾ നൽകാനുള്ള വിവരം. ശരി, അബ്ദുൾ റഷീദാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കുഞ്ഞാലിപ്പാറയിലെ ക്വാറിയിൽ ഡാമിന് സമാനമായ രീതിയിൽ വെള്ളം സംഭരിച്ചിരിക്കുന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. 2 വലിയ പാറമടകളിലായാണ് നിയമം ലംഘിച്ച് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിച്ചിരിക്കുന്നത്. ക്വാറിക്ക് സമീപമുള്ള ക്രഷർ യൂണിറ്റിലെ സിലിക്ക ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളം സംഭരിക്കുന്നത്. പാറമടകൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയിട്ടുണ്ട്. വേനൽക്കാലത്തെ ഉപയോഗത്തിന് 14ഓളം കുഴൽ കിണറുകളും കുഞ്ഞാലിപ്പാറയിലുണ്ട്. സുവി വിശ്വനാഥൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ കൊടകരയ്ക്ക് സമീപം മറ്റത്തൂർ പഞ്ചായത്തിലെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കും ക്രഷറുകൾക്കും ഇടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കുഞ്ഞാലിപ്പാറ എന്ന് പറയുന്ന ഈ ക്വാറിയാണ് ഏറ്റവും വലിയ തോതിൽ ആളുകൾക്ക് നാശമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സർക്കാർ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനെ തുടർന്ന് ക്വാറി പ്രവർത്തനം നിർത്തി എങ്കിൽ കൂടിയും ഇവിടെ വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്നതാണ് നാട്ടുകാർക്ക് ഏറെ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് കവളപ്പാറയും പുതുമലയും സംഭവിച്ചതുപോലെയുള്ള ഒരു ദുരന്തം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. കോൺക്രീറ്റ് വാർത്ത രീതിയിലാണ് ഇവിടെ വെള്ളം തടയണ കെട്ടിയതുപോലെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഈ കോൺക്രീറ്റ് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് താഴാമെന്ന് നാട്ടുകാർ പറയുന്നു. ഒപ്പം തന്നെ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം മണ്ണ് ഇടിഞ്ഞ് തുടങ്ങിയ ഒരു അവസ്ഥയിലാണ്. 2 വിഭാഗങ്ങളായി തന്നെ തിരിച്ചുകൊണ്ടാണ് വെള്ളം നിർത്തിയിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇതിനോട് സമീപം ഈ ക്വാറിയോട് സമീപം പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിലെ സിലിക്ക കഴുകുന്നതിന് വേണ്ടിയാണ് ഈ വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ്. ഏതാണ്ട് 14ഓളം കുഴൽ കിണറുകളും ഇവിടെ അനധികൃതമായി തന്നെ കുഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമീപ പ്രദേശങ്ങളിലൊന്നും തന്നെ കുടിവെള്ള ലഭ്യതയും കുറവാണ് എന്ന് പറയുന്നു. അതിനേക്കാൾ ഉപരി ഈ പ്രദേശത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മണ്ണ് ഇടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്തത്തിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നടക്കുന്ന നിയമലംഘനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടശ്ശേരി മലയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ക്വാറി വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരുപാട് നമ്മൾ നിയമത്തിനനുസൃതമായിട്ടൊന്നല്ല ഇവിടുന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഒരുപാട് ഉയരത്തിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ആ മണ്ണിൽ എവിടെയെങ്കിലും ചെറിയൊരു ഇടിവ് സംഭവിച്ചാൽ ഈ 9 പ്രദേശം തന്നെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഉപയോഗിക്കുന്ന ഈ വെള്ളം ഞങ്ങളുടെ പാടശേഖരങ്ങളിലേക്ക് വന്നിട്ട് ആ വെള്ളമാണ് ഇവിടെ എല്ലാ കിണറുകളിലും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്യാൻസർ പേഷ്യൻസിൻ്റെ എണ്ണം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്വാസ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ, മൂക്കിന് സ്മെല്ലില്ലാത്ത പ്രശ്നം, അങ്ങനെ ഒരുപാട് രോഗങ്ങളിലാണ് ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അധികൃതർ ഒരു നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വലിയ നിസ്സഹായാവസ്ഥയിലാണ് ഈ ഭാഗത്തെ ജനങ്ങൾ. എപ്പോൾ വേണമെങ്കിലും ഈ മണ്ണ് ഇടിഞ്ഞ് വീണ് ഈ വെള്ളത്തോടൊപ്പം താഴേക്ക് ഒലിച്ചിറങ്ങാമെന്ന ഒരു അവസ്ഥയിലാണ് ഇവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ക്വാറി സർക്കാർ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ഇമാനുവൽ തോമസിനോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത സുവി വിശ്വനാഥൻ തന്നെ ചേരുകയാണ്. സുവി, അക്ഷരാർത്ഥത്തിൽ ഒരു ജലബോംബ് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് അനധികൃതമായി കെട്ടി നിർത്തിയിരിക്കുന്നത്. സമീപവാസികളുടെ ആശങ്ക ഉൾപ്പെടെ നമ്മൾ കേട്ടതാണ്. ഇത് ഏത് രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്? എത്രത്തോളം ആശങ്കയിലാണ് ജനങ്ങൾ?
അമീന, 25 ഏക്കറിലാണ് കുഞ്ഞാലിപ്പാറ പ്രവർത്തിക്കുന്നത്. ഈ 25 ഏക്കറിലാണ് ക്വാറി ഉള്ളത്. 2 പാറമടകളിലായിട്ടാണ് നിയമം ലംഘിച്ചുകൊണ്ട് വെള്ളം സംഭരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയത് മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ് എന്ന സംശയമായിരുന്നു. എന്നാൽ ഇത് വെള്ളം സംഭരിച്ചിരിക്കുക തന്നെയാണ്. കോൺക്രീറ്റ് ഉപയോഗിച്ച് ഈ പാറമടകൾ ബലപ്പെടുത്തിയിട്ടുമുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ക്വാറിക്ക് സമീപമുള്ള ക്രഷർ യൂണിറ്റിലെ സിലിക്ക ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകാം. നീല നിറമുള്ള വിസ്തൃതി കൂടിയ പാറമടയിലാണ് ശുദ്ധീകരിക്കാനുള്ള വെള്ളം സംഭരിച്ചിരിക്കുന്നത്. അത് മോട്ടോർ ഉപയോഗിച്ച് ക്രഷർ യൂണിറ്റിലേക്ക് അടിച്ചു കയറ്റും. അതിനുശേഷമാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ നടക്കുക. ചെളി കലർന്ന നിറത്തിൽ കാണുന്നത് സിലിക്ക ശുദ്ധീകരിച്ചതിന് ശേഷമുള്ള വെള്ളം സംഭരിച്ചിരിക്കുന്നതാണ്. ഈ സിലിക്ക കഴുകിയ വെള്ളം, ചെളി നിറത്തിലുള്ള വെള്ളം അവർ തുറന്നു വിടുന്നത് സമീപത്തെ തോട്ടിലേക്കാണ്. ഇതിനും യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും ഇവർ പാലിച്ചിട്ടില്ല. ജനവാസ മേഖലയിലെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്ന വെള്ളം പ്രദേശത്തെ കിണറുകളെ എല്ലാം തന്നെ മലിനമാക്കുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പലയിടങ്ങളിലും സിലിക്ക അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ സിലിക്ക വളരെയധികം അടിഞ്ഞുകൂടിയാൽ അത് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് ഇടയാക്കും. ഏതാണ്ട് 500ഓളം കുടുംബങ്ങളാണ് ഈ കുഞ്ഞാലിപ്പാറയ്ക്ക് താഴ്വാരത്ത് താമസിക്കുന്നത്. ഞാൻ സുവിയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നതിന് വേണ്ടി പ്രദേശവാസികളിൽ ഒരാളായ രാജു മാഷ് എന്ന വ്യക്തി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാജു മാഷ്, നിങ്ങൾ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഈ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും നിങ്ങൾ ഈ അനധികൃതമായ ഈ ഒരു പാറമടയിലെ വെള്ളം, ഇതൊക്കെ കാരണം നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, ബുദ്ധിമുട്ട് അത് എത്രത്തോളമാണ്? ഒരു കോറിക്കും ക്രഷറിനും ലൈസൻസ് ലഭിക്കുന്നു പറഞ്ഞാൽ അത് ജനങ്ങളുടെ ജീവിക്കാനും അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുക എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ കുഞ്ഞാലിപ്പാറയിൽ പ്രവർത്തിക്കുന്ന കോറിയും ക്രഷറും ചെയ്യുന്നത്. എല്ലാ തരത്തിലുമുള്ള ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ഈ കോറിയും ക്രഷറും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഘടന തന്നെ അപ്പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ജനങ്ങൾ താഴെ വളരെ ഭീതിയോടുകൂടി, പേടിയോടുകൂടിയാണ് അവിടെ കഴിയുന്നത്. ഇപ്പോൾ കവളപ്പാറയിലൊക്കെ ഒരു ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ അത്രയധികം പേടിയോടുകൂടി. കാരണം ഒരു നമുക്ക് കാറ്റും മഴയൊന്നും ഒരിക്കലും പ്രവചിക്കാൻ സാധിച്ചതായിട്ട് എങ്ങനെ സംഭവിക്കുമെന്ന്. എന്നാൽ ഈ കോറിയുടെ നിയമലംഘന പ്രവർത്തനം കാണുന്ന ഏതൊരാൾക്കും ഒരു സംശയമില്ലാതെ പ്രവചിക്കാം ഇവിടെ ഒരു വൻ ദുരന്തം തന്നെ പതിയിരിക്കുന്നുണ്ടെന്ന്. ഇവിടെ നീക്കം ചെയ്ത മണ്ണ്, കോറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നീക്കം ചെയ്ത മണ്ണ് ആരും കാണാൻ പേടിക്കുന്ന തരത്തിൽ അത്രയ്ക്ക് ക്രമാതീതമായ വലുപ്പത്തിലാണ് കുന്നുകൂട്ടിയിരിക്കുന്നത്. ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ ഒരുപക്ഷെ അത് കവളപ്പാറയിൽ സംഭവിച്ചതിനേക്കാൾ ഭീകരമായിരിക്കും. കാരണം കവളപ്പാറയിലേക്കാൾ ഒരുപാട് കുടുംബങ്ങൾ, നൂറുകണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് കുഞ്ഞാലിപ്പാറ. പിന്നെ റിസർവ് ഫോറസ്റ്റിനോട് വളരെ ചേർന്നാണ് ഈ കോറിയുടെയും ക്രഷറിന്റെയും പ്രവർത്തനം. ജന്തുജീവജാലങ്ങളാൽ സമ്പന്നമായ ഒരു പ്രദേശമാണ് കോടശ്ശേരി റിസർവ് ഫോറസ്റ്റ് ആണ്. സാധാരണ ജനങ്ങൾക്ക് ഈ റിസർവ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിലൂടെ നടക്കാനോ മറ്റോ അനുവാദമില്ല. ഇവർക്ക് എങ്ങനെയാണ് ഈ ജീവികളുടെയും ജന്തുക്കളുടെയും ഒക്കെ അവരുടെ കൂടി ജീവിതം, സൗകര്യ ജീവിതം കെടുത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നത്? ഇവിടെ മലിനീകരണ പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പൊടിയുടെ ഭാഗമായിട്ട് വെള്ളം മലിനീകരിക്കപ്പെട്ട് പലരുടെയും കിണറുകൾ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ജനതയ്ക്ക്, ഒരു പ്രദേശത്തെ ജനതയ്ക്ക് ജീവിക്കാൻ, സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട തരത്തിൽ ഇടപെടേണ്ടതാണ്. നാളെ ഒരു ശ്രീരാജു, ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, 14ഓളം കുഴൽ കിണറുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ കഴിയുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ കോള് കട്ടായിരിക്കുകയാണ്. മറ്റൊരു പ്രദേശവാസി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രഹന കുഞ്ഞാലി എന്നാണ് ആ വ്യക്തിയുടെ പേര്. രഹന, നിങ്ങൾ അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം നമ്മൾ കേട്ടറിഞ്ഞു കഴിഞ്ഞു. ആരോഗ്യകരമായ പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ഈ 14ഓളം കുഴൽ കിണറുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നുണ്ടോ? ജല ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ടോ? മറ്റൊരു കാര്യം, റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് നിരവധി ക്യാൻസർ പേഷ്യന്റുമാർ ആ പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. എന്താണ് ആ ഒരു സാഹചര്യം?
ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഒരുപാട് കുഴൽ കിണറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രദേശം എന്ന് പറയുന്നത് മലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് ആ ഒരു പ്രദേശത്ത് ഇത്ര നാളും നമുക്ക് അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കുഴൽ കിണറുകൾ പ്രവർത്തിക്കുന്നതോടു കൂടി തന്നെ അവിടെ ഒരു ആ പ്രദേശത്തുള്ള എല്ലാവർക്കും ജല ലഭ്യത കുറവാണ്. വേനൽക്കാലത്തൊക്കെ വളരെയധികം ജലത്തിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് സത്യം. അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് ഒരുപാടധികം ആ ഒരു പ്രദേശത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നവർ വരെ അസുഖമുള്ളവരുണ്ട്. കാരണം അത്രയൊരു വളരെയധികം ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. എല്ലാവർക്കും ഒരുപാട് ശ്വാസ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുള്ള വ്യക്തികൾ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു 8-9 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ശരി, എന്തായാലും തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കുഞ്ഞാലിപ്പാറയിലെ ദൃശ്യങ്ങൾ അധികൃതർക്ക് മുൻപിൽ വെക്കുകയാണ് ന്യൂസ് 18. ഒരു ജലബോംബെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അവിടെ കെട്ടിനിർത്തിയിരിക്കുന്നത്. വീണ്ടും ഒരു ഭൂതാനവും കവളപ്പാറയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് അധികൃതർ സ്വീകരിക്കേണ്ടത്. സുവി വിശ്വനാഥനാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് അതേപടി നടപ്പാക്കാനല്ല സർക്കാർ ആലോചിക്കുന്നതെന്നും ചർച്ചകളിലൂടെ പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ധനമന്ത്രി തോമസ് ഐസക് ഗാഡ്ഗിൽ പങ്കുവയ്ക്കുന്ന ആശങ്ക ഉൾക്കൊള്ളുന്നുവെന്നും തോമസ് ഐസക് പറഞ്ഞു. അവിടുത്തെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിന് സ്വീകാര്യമല്ലാത്തൊരു കാര്യം അത് ഗാഡ്ഗിലിന്റെ പേര് കൊണ്ടുപോയിട്ട് ഇനിയും വിവാദം ഉണ്ടാക്കലല്ല, മറിച്ച് ഇന്ന പ്രദേശങ്ങളിൽ മലയിടിച്ചിലിന് വല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഇന്നത്തെ രീതിയിൽ ജനവാസം വേണം, അവിടെ നിന്ന് മാറി താമസിക്കേണ്ടതല്ലേ. ഇത് നമുക്ക് ചർച്ച ചെയ്ത് പ്രായോഗികമായ തീരുമാനങ്ങളിലേക്ക് പോകാം. റബ്കോയുടെ കടം സർക്കാർ എഴുതിത്തള്ളിയിട്ടില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. പ്രത്യേക പാക്കേജിന്റെ ഭാഗമായി റബ്കോയുടെ പുനരുദ്ധാരണത്തിന് ആവശ്യമായ നടപടികൾ എടുക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. റബ്കോയും മാർക്കറ്റ് ഫെഡും അതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് മാർക്കറ്റ് ഡിസിപ്ലിൻ പോകും. സർക്കാർ കടം ഏറ്റെടുത്ത് കഴിഞ്ഞ് ഒന്നും കിടക്കണ്ട. അതുകൊണ്ട് കടം ഏറ്റെടുക്കുന്നില്ല, കടമായിട്ട് കിടക്കുന്നു. അവിടെ ബാലൻസ് ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ 400 കോടി രൂപ ഇനിയും തരാനുള്ളവരാണ്. അവർക്ക് വേറെ ആരും വായ്പ കൊടുക്കത്തില്ല. മാർക്കറ്റ് ഡിസിപ്ലിൻ അവരുടെ മേത്തുണ്ടാവും. ഒരു പാക്കേജിന്റെ ഭാഗമായിട്ട് ഇതെങ്ങനെ പുനരുദ്ധരിക്കാം, അതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ വായ്പ ഇല്ല, വേണം, വെട്ടിച്ചുരുക്കണം, ഫണ്ട് സെറ്റ് വേണം, അത് ആലോചിക്കാം. അതാണ് ചെയ്തിട്ടുള്ളത്. അതിജീവനത്തിന്റെ കണക്ക് ധനമന്ത്രി തോമസ് ഐസക്കുമായുള്ള പ്രത്യേക അഭിമുഖം കാണാം ഇന്ന് രാത്രി 10-നും 11-നും. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ നിലമ്പൂർ ഭൂതാനത്തും വയനാട് പുത്തുമലയിലും തിരച്ചിൽ തുടരുന്നു. ഭൂതാനത്ത് 13-ഉം പുത്തുമലയിൽ 5-ഉം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. പുത്തുമലയിൽ 12-ഉം ഭൂതാനത്ത് 46 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത്. പുത്തുമലയിൽ GPR സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് തിരച്ചിൽ. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, ഇന്നത്തെ തിരച്ചിൽ പുനരാരംഭിച്ചു കഴിഞ്ഞു. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അമീന, കവളപ്പാറയിലും അതുപോലെ പുത്തുമലയിലും രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇനി 12 മൃതദേഹങ്ങൾ ഇതുവരെ കിട്ടി. അവസാനമായി ലഭിച്ചൊരു സ്ത്രീയുടെ മൃതദേഹമാണ്. ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ ലഭിക്കാനുള്ളത് 5ഓളം മൃതദേഹങ്ങളാണ്. പുത്തുമലയിൽ നിന്ന് ലഭിക്കാനുള്ള 5ഓളം പേരെയാണ് കാണാതായിരിക്കുന്നത്. അവർക്കായുള്ള തെരച്ചിലാണ് ഇനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കവളപ്പാറയിലാണെങ്കിൽ 46 മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഇനിയും 17ഓളം മൃതദേഹങ്ങൾ ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് 17ഓളം ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇപ്പോൾ ഈ ഭൂഗർഭ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് വയനാട്ടിൽ നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ സാധാരണ നിലയിൽ മരങ്ങളും കല്ലുകളും എല്ലാം ഇതിൽ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫലപ്രദമാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കവളപ്പാറയിൽ 8 മാർക്ക് ചെയ്തെങ്കിലും 8 നിന്നും മൃതദേഹങ്ങൾ ഒന്നും തന്നെ കിട്ടാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെയാണ്. ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെളി ഇപ്പോഴും നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഇത് ചെളിയുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ അസാധ്യമായൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുത്തുമലയിൽ ലഭിച്ചിരിക്കുന്ന മൃതദേഹങ്ങളൊക്കെ 5ഉം 6ഉം കിലോമീറ്റർ ദൂരേക്ക് പോയതായിരുന്നു. സൂചിപ്പാറയിലും അതുപോലെ ഏലം വയലിലാണ് മിനിയാന്ന് അവസാനമായി ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മലയുടെ നിന്ന് എത്രയോ താഴെ, കിലോമീറ്ററുകളോളം താഴെയാണ് ഏലവയൽ സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു അവസ്ഥയാണുള്ളത്. എന്തായാലും തിരച്ചിൽ ഇന്നും തുടരുന്നുണ്ട്. 2 സ്ഥലങ്ങളിലായിട്ട് ഇന്നും തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് വീണ്ടും പ്രളയസമാന സാഹചര്യമുണ്ടാക്കിയത് നദികളുടെ ഘടനയിൽ വന്ന മാറ്റം മൂലമെന്ന് പരിസ്ഥിതി വിദഗ്ധർ. കഴിഞ്ഞ വർഷമുണ്ടായ കുത്തൊഴുക്കിനെ തുടർന്ന് നദീമുഖങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട എക്കൽ ശേഖരം വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇല്ലാതാക്കിയെന്നാണ് വിലയിരുത്തൽ. ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ഈ എക്കൽ ശേഖരം നീക്കം ചെയ്തില്ലെങ്കിൽ കാര്യമായ മഴ പെയ്തില്ലെങ്കിലും നദീതടങ്ങളിൽ പ്രളയം ആവർത്തിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഉത്തരേന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിൽ പ്രളയം രൂക്ഷം. 80ലേറെ പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടം. 17 പേർ മരിച്ച ഉത്തരകാശി മേഖലയിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് രക്ഷാപ്രവർത്തനം നിർത്തിവച്ചു. നിരവധി വിനോദസഞ്ചാരികൾ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ്. പഞ്ചാബിലും ഉത്തർപ്രദേശിലും സ്ഥിതിഗതികൾ രൂക്ഷമാണ്. യമുന നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ എത്തിയതിനെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രത തുടരുന്നു. ഡൽഹിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചു. കർണാടകയിൽ യെദ്യൂരപ്പ മന്ത്രിസഭ ഇന്ന് വികസിപ്പിക്കും. പുതിയ മന്ത്രിമാർ ഇന്ന് 10:30 സത്യപ്രതിജ്ഞ ചെയ്യും. വിമതനായ എച്ച് നാഗേഷ് അടക്കം 17 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. അല്പസമയത്തിനകം സുരേഷ് വെള്ളിമുറ്റം ചേരുന്നതായിരിക്കും വിവരങ്ങളുമായി. എന്തായാലും മന്ത്രിസഭാ വിപുലീകരണം വൈകുന്നതിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെ BJPയെ വിമർശിക്കുന്ന സാഹചര്യം ഉയർന്നു വന്നിരുന്നു. മന്ത്രിമാരെ നിശ്ചയിക്കാൻ BJPക്ക് കഴിവില്ലേ എന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ട്വിറ്റർ സന്ദേശം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും കർണാടകയിലെ വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ മന്ത്രിമാരുടെ അഭാവം വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് കർണാടകയിൽ യെദ്യൂരപ്പ മന്ത്രിസഭ ഇന്ന് വികസനത്തിനൊരുങ്ങുന്നത്. പുതിയ മന്ത്രിമാർ ഇന്ന് രാവിലെ 10:30 സത്യപ്രതിജ്ഞ ചെയ്യും. വിമതനായ എച്ച് നാഗേഷ് അടക്കം 17 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുകയാണ്. സുരേഷ്, 17 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതായി അറിയാൻ കഴിയുന്നത്. ആർക്കൊക്കെയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്? വിവരങ്ങൾ എന്താണ്? അമീന, എല്ലാ വിഭാഗങ്ങളെയും, പ്രത്യേകിച്ച് മുതിർന്നവരെയും അതോടൊപ്പം തന്നെ എതിർത്ത് നിൽക്കുന്നവരെയും എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിസഭാ വികസനമാണ് BS യെദ്യൂരപ്പ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മുൻ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മുൻ മന്ത്രിമാർ ഇവരെല്ലാവരെയും തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. KS ഈശ്വരപ്പ മന്ത്രിസഭയിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ B ശ്രീരാമുലു മന്ത്രിസഭയിൽ അംഗമായി വരുന്നുണ്ട്. ജഗദീഷ് ഷട്ടാറുണ്ട്. ജഗദീഷ് ഷട്ടാർ നേരത്തെ സംസ്ഥാന ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. ഇങ്ങനെ മുതിർന്ന അംഗങ്ങളെ, പ്രത്യേകിച്ച് യെദ്യൂരപ്പയോട് അനിഷ്ടമായി മാറി നിൽക്കുന്ന അംഗങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബസവരാജ് ബൊമ്മയെ, ജനതാദളിൽ നിന്നും മുൻപ് കൂറുമാറി വന്നിട്ടുള്ള ബസവരാജ് ബൊമ്മയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. മറ്റൊരു പ്രത്യേക പേരെന്ന് പറയുന്നത് എച്ച് നാഗേഷ് ആണ്. നാഗേഷിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ 2 പേരുകൾ ഓർക്കേണ്ടത്, ഒന്ന് ലക്ഷ്മൺ സാവതിയും അതോടൊപ്പം തന്നെ CC പാട്ടീൽ. ഈ 2 അംഗങ്ങളും മുൻപ് സഭയിലിരുന്ന് പോൺ ഫോട്ടോസ് കണ്ടു എന്നുള്ളതിന്റെ പേരിൽ അച്ചടക്ക നടപടി നേരിട്ടിരുന്ന അംഗങ്ങളാണ്. അവരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വനിതാ അംഗമാണ് മന്ത്രിസഭയിലുള്ളത്. അമീന. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ഓട്ടിസം ബാധിച്ച ആൺകുട്ടിയെ അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പരാതി. കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ സർക്കാർ സ്കൂൾ അധ്യാപകനായ സന്തോഷിനെതിരെ പോലീസ് കേസെടുത്തു. വിഷയത്തിൽ പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത പ്രകടമായതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. സ്കൂളിലെ ഗണിതാധ്യാപകൻ ഓട്ടിസം ബാധിതനായ 10 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. ഓട്ടിസം സെന്ററിലെ തെറാപ്പിസ്റ്റുകൾ നടത്തിയ പരിശോധനയിലും പീഡനം നടന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ ശ്രീകാര്യം പോലീസ് അധ്യാപകനായ സന്തോഷിനെതിരെ കേസെടുത്തു. ഞാൻ 25-നാണ് ഞാൻ അറിയുന്നത്. പിന്നെ 28-ന് രഹസ്യമൊഴി കൊടുത്തു മജിസ്ട്രേറ്റിന് മുന്നിൽ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മുന്നേ തെളിവെടുപ്പും നടന്നു. ഇനി പറയണ ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ പറ്റിയത്. അല്ല, അയാളെ പിടിച്ചിട്ടില്ല. അതേ ഒളിവിലാണെന്നാണ് പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതി ഒളിവിലെന്നാണ് പോലീസ് ഭാഷ്യം. പരാതി പിൻവലിക്കാൻ പലരിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. സ്കൂളുകാർ വന്നു, ഹെഡ് മിസ്ട്രസ് അടക്കം വന്നിരുന്നു. അത് പരാതി കൊടുക്കരുത്, അയാൾ 10-13 വർഷം കൊണ്ട് അവിടെ ജോലി ചെയ്യണ ആളാണ്, അങ്ങനെയൊന്നും അയാൾ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. അതിൽ ഇവൻ്റെ ക്ലാസ് ടീച്ചർ വന്ന് മോൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. അപ്പം അത് പറ്റത്തില്ല, ഇറക്കി വിടുന്ന ഒരു രീതിയിലാണ് പിന്നെ അവരിറങ്ങിപ്പോയത്. അതിൻ്റെ പിറ്റേത്തെ ദിവസം 4 ആണുങ്ങൾ ഇവിടെ വന്നു. നിങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് വന്നയാളല്ലേ എന്ന് ചോദിച്ച് ഗേറ്റൊക്കെ തള്ളി തുറന്നിങ്ങ് പോന്നു. ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. കുട്ടിയുടെ മൊഴിയിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്.
ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുടെയും തെറാപ്പിസ്റ്റിന്റെയും സാന്നിധ്യത്തിൽ വീണ്ടും മൊഴിയെടുക്കാനാണ് തീരുമാനം. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. സ്പോർട്സ്.